വേണം തോന് ഇച്ചിരി ഉപ്പ് കൂടുതലല്ലേ? ഞാനും പറഞ്ഞവളിവിടെ ഉപ്പ് കൂടുതലാണ്, കുറവാ. കുറവാ അല്ലേ? ഉപ്പിൻ്റെ ഇല്ല. അന്നേരം കൊള്ളാം അല്ലേ? കൊള്ളാം. കുഴപ്പമില്ല. ഇച്ചിരി കൂടെ ഉപ്പ് വേണമായിരുന്നു. കൊള്ളായിരുന്നു ഇല്ലേ? അതെ വന്ന് വെള്ളത്തിന് ഒട്ടും ചൂടില്ലായിരുന്നു, ഞാനിപ്പോൾ ചൂടാക്കി നോക്കിയേ കൂടിപ്പോയാന്ന്. കുഴപ്പമില്ലല്ലോ. ഇല്ല. ആഹാ, ഇത് 3 മണിക്കാടാ ചോറ് കഴിക്കണത്? കഴിക്കാം. ഞാൻ കഴിച്ചു. ഇല്ല വേണ്ട മക്കളെ, ഞാൻ കഴിച്ചു. അമ്മ എന്ന് കാണാൻ വേണ്ടി വന്നതല്ലേ. അമ്മ മറ്റേ മരത്തിൻ്റെ ഏർപ്പാടിന് ഒരു പാർട്ടിയെ കൊണ്ടുവന്ന് കാണിച്ച് 15 രൂപ വില പറഞ്ഞിട്ടുണ്ട്. 15,000 രൂപ. നല്ല വിലയിൽ നമുക്ക് കൊടുത്തൂടെ? അല്ല, നിനക്കല്ലേ അതൊക്കെ അറിയാവുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാത്. അല്ലടാ, പിന്നെ നമ്മുടെ ആ സരോനിയുടെ വീട്ടിൻ്റെ അടുത്ത് നിൽക്കുന്ന മരം ഇല്ലേ, അതിന് ക്ലീറ്റസ് ആളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മാവനെ ഏൽപ്പിച്ചേക്കല്ലേ? അതേട്ടാ, നമ്മൾ മരം മുറിക്കുന്നില്ല, വിൽക്കാൻ പോവാ. വിൽക്കാൻ വേണ്ടിയിട്ട് അത് സെറ്റാക്കി. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഈ നമ്മൾ മുറിച്ച കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി മുറിപ്പിക്കണം. മറ്റേത് അങ്ങ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർ വന്ന് എടുത്തോളൂ. ഇങ്ങനെ ഞാൻ അതൊരു പാർട്ടിയെ കാണിച്ചപ്പോൾ 12,000 രൂപ പറഞ്ഞോളൂ. ഇപ്പോൾ 15 രൂപ പറഞ്ഞു. 10,000 മാറി കിട്ടിയിട്ടുണ്ട് നമുക്ക്. നല്ല വിലയാണ് കേട്ടളിയാ. ഇത് കൊടുത്ത സംഗതി ഓക്കെ. അല്ല അമ്മ, അത് കോതി വിടുന്നല്ലേ പറഞ്ഞ. കോതി വിടുന്ന നമ്മുടെ കയ്യിലുള്ള 2,000 10,000 എടുത്ത കോതി വിട്ടാൽ മതി. വലിയ മരമാണ്, നല്ല കാതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും പൈസക്ക് കൊടുക്കേണ്ട സാധനമാണത്. ഇനിയിപ്പോൾ അത് മുറിക്കണമെന്നുണ്ടെങ്കിൽ അത് എവനെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് വെളി നാളെ വിളിക്കാമല്ലോ. എന്തോ നമുക്ക് വേറെ ആളെ വിളിക്കാമല്ലോ. ഇതിനേക്കാൾ നല്ല പൈസ കിട്ടില്ലേ? ഒരു പ്ലാവിന് പ്ലാവ് എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ അമ്മച്ചി പ്ലാവ് അല്ല. അവൻ അപ്പോഴും വിറ്റാൽ മതി. നീ എടേ, അത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, അത് അവിടെ നിന്ന് പോയാൽ പോരെ. അതല്ലേ നമുക്ക് വേണ്ടിയത്. അവരിപ്പോ അത് വെട്ടണമെന്ന് പറഞ്ഞിരിക്കല്ലേ. അപ്പുറത്തേക്കുന്നവർ അങ്ങനെയൊക്കെ പറയും. നമ്മൾ ആദ്യം കോതാൻ നോക്കുക. അതാണ് അമ്മാവൻ പറഞ്ഞിരുന്നത്. ഇനി മുറിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ആളുണ്ട്. ഞാൻ ആടെ വിളിക്കാമല്ലോ. ഞാൻ കൊണ്ടുവന്ന ഒരാള് തന്നെ. ആ ആള് മാന്യമായ ഒരു വില പറഞ്ഞേക്കുന്നുണ്ട്. ഇതാണോ മാന്യമാണോ? 15 രൂപയാണോ മാന്യത? ഇത് പ്ലാവാണ്. നീ വിചാരിക്കണമല്ലോ പോലീസിലെ കളിയല്ല. തലേ ചുവന്നുകൊണ്ട് നടക്കണം അവസാനം. അതെങ്ങനെ വേണമെന്ന് എനിക്കറിയാം. അതിനുള്ള ഒരുപാട് പേര് ഞാൻ എനിക്ക് ബന്ധമുണ്ടല്ലോ. സ്റ്റേഷനിൽ വരുന്നത് എത്രയോ പേരുണ്ട്. പിന്നെ സാർ അങ്ങ് ചെയ്യും. എന്തെങ്കിലും ഒരു കാര്യം കുടുംബത്തിൽ ചെയ്യാന്ന് വെച്ചാൽ അതിനിടയ്ക്ക് വേടം കൊല്ലിട്ട്. ഇനി എന്നെ നോക്കരുത്. നീ അങ്ങനെ ചാടി കളിച്ചിട്ട് പോകേണ്ട കാര്യം. അമ്മ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് യവൻ ഈ 15 രൂപ പറഞ്ഞെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് 25 രൂപ അവർ പറഞ്ഞിട്ടുണ്ടാവും. യവൻ പകുതി വിലയപ്പെട്ടേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് കിട്ടുന്ന വില അമ്മയ്ക്ക് വേണ്ടേ. മരം മുറിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആളെ കൊണ്ടുവരും. അല്ല, അങ്ങനെ ക്ലീറ്റോ ചേട്ടൻ അമ്മേനെ പറ്റിക്കത്തൊന്നുമില്ല, വെറുതെ പറയരുത്. അമ്മേനെ അവനാ അവൻ അമ്മ എന്ന് ആരെങ്കിലും ഉണ്ട്? നിന്നെ പറ്റിച്ചില്ല. ഇപ്പൊ ഒരാളെ കൊണ്ടുവന്നില്ലേ, അയാള് വന്ന് വെട്ടട്ടെ എന്ന്. നല്ല 15 രൂപ കിട്ടുന്നതാണ്. എനിക്കറിയാൻ പറയും. അടുത്ത വേണ്ടുന്നവരൊക്കെ ചെയ്യും. ഞാൻ കൊണ്ടുവരുന്ന ആള് പൈസ കുറച്ചാണ് പറയണെങ്കിൽ അവൻ വെട്ടട്ടെ. അവനേക്കാൾ കൂടുതൽ പൈസ ഞാൻ കൊണ്ടുവരുന്ന ആൾ പറയുമെങ്കിൽ നമുക്ക് അവന് കൊടുക്കണം. അതിനിപ്പോ എന്താ കുഴപ്പം? അതല്ലേ നാട്ടടപ്പ്. അതിന് ചോറ് വേണോ? എനിക്കൊന്നും വേണ്ട. ഓ, നാട്ടടപ്പ് പറഞ്ഞു ഇവിടെ. ഇതൊക്കെ പറയണ്ടേ നമ്മള്? മുറിക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നല്ലേ?